നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള കാറ്റും. ഇതോടൊപ്പം തന്നെ ഇടുക്കി ജില്ല, അതോടൊപ്പം കോട്ടയം, എറണാകുളം ജില്ലകളിലെല്ലാം റെഡ് അലേർട്ട് ഉൾപ്പെടെ പ്രഖ്യാപിക്കേണ്ട സാഹചര്യവും വന്നിട്ടുണ്ട്. അപ്പോൾ അതീവ ജാഗ്രത നിർദ്ദേശമാണ് ഈ സമയത്ത് നൽകുന്നത്. അതോടൊപ്പം ജില്ലാ ഭരണകൂടം നൽകുന്ന അറിയിപ്പുകളെല്ലാം ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, വിവിധ മേഖലകളിൽ വൈദ്യുതി തടസ്സം ഉൾപ്പെടെ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോണുകളെല്ലാം ചാർജ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ ജൂലൈ മാസം 25-ാം തീയതി തന്നെ തുക പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക കൈമാറി എന്ന സ്റ്റാറ്റസ് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, വ്യക്തിഗത സ്റ്റാറ്റസ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതുമാണ്. എങ്കിലും പക്ഷേ ഈ തുക പലരുടെയും ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. സാധാരണഗതിയിൽ തുക അക്കൗണ്ടിലേക്ക് കൈമാറി എന്ന് കാണിച്ചു കഴിഞ്ഞാൽ 1-2 മണിക്കൂറുകൾക്കകം തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരേണ്ടതായിരുന്നു. എന്നാൽ ഇനി വിതരണം തിങ്കളാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക. അവധി ദിവസങ്ങളായിരുന്നു, ബാങ്ക് അവധിയായിരുന്നു. ശനിയാഴ്ചയും ഞായറാഴ്ചയും ബാങ്ക് അവധിയാണ്. അതുകൊണ്ട് തന്നെ ഇനി വിതരണം പുനരാരംഭിക്കുന്നത് തിങ്കളാഴ്ച മുതലായിരിക്കും. എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് മസ്റ്ററിങ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും എല്ലാം തുക പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. ഒരു തടസ്സവും കൂടാതെ തുക എത്തിച്ചേരുന്നതായിരിക്കും. ബാങ്ക് സെർവർ ഡൗൺ, അതോടൊപ്പം തന്നെ നിലവിൽ പ്രവൃത്തി ദിവസം അല്ലാത്തതൊക്കെ കാരണമാണ് ഇപ്പോൾ അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന അറിയിപ്പുകൾ സ്ഥിരീകരിക്കാത്തത്. എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക. തിങ്കളാഴ്ച മുതൽ തന്നെ വിതരണം വീണ്ടും പുനരാരംഭിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, ജൂലൈ 31 മുൻപ് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിക്കുമെന്നാണ് സർക്കാരിൻ്റെ ഉത്തരവിൻ പ്രകാരം പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ കർഷക ID അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ വേരിഫിക്കേഷൻ പൂർത്തിയാക്കാനുള്ള കർഷകർക്ക് ഇനി കേവലം 5 ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. എത്രയും വേഗം വേരിഫിക്കേഷൻ പൂർത്തിയാക്കുന്നതിന് വേണ്ടി കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക. 2000 രൂപയുടെ ആനുകൂല്യം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഫാർമേഴ്സ് ID ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ആരെങ്കിലുമൊക്കെ എടുക്കാനുണ്ടെങ്കിൽ കൃഷിഭവനിൽ പോകേണ്ട ആവശ്യമില്ല. കോമൺ സർവീസ് സെൻ്ററിലും അക്ഷയ സെൻ്ററിലും എല്ലാം ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു സമയത്ത് ഇത് പൂർത്തിയാക്കേണ്ടത് വളരെ അത്യാവശ്യവുമാണ്. ആധാർ കാർഡ്, ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലുമായിട്ട് വേണം എത്തിച്ചേരാൻ. അതോടൊപ്പം തന്നെ നമ്മളുടെ കിസാൻ സമ്മാൻ നിധിയിലെ നമ്മളുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരമടച്ച രസീതിൻ്റെ ഈ വർഷത്തെ പകർപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. ഇനി ഈ വർഷത്തെ കരമടച്ചിട്ടില്ല എങ്കിൽ ഓൺലൈൻ സർവീസ് സെൻ്ററിൽ തന്നെ എത്തിച്ചേർന്ന് അത് പൂർത്തിയാക്കുന്നതിനും അതിനുശേഷം ഈ കർഷക ID വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്ത് ഭവന നിർമ്മാണ ബോർഡിൻ്റെ ഗൃഹശ്രീ എന്ന് പറയുന്ന പദ്ധതിയെപ്പറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ ലോൺ ലിങ്ക്ഡ് സബ്സിഡി സ്കീം 3 ലക്ഷം രൂപ വരെ നമ്മൾ പണിയുന്ന വീടിന് സർക്കാരിൻ്റെ സബ്സിഡി നൽകുന്ന ഒരു പദ്ധതി കൂടിയുണ്ട്. ബാങ്ക് ലോണിലൊക്കെ വീട് പണിയുന്നവർ പ്രധാനമായിട്ട് പ്രയോജനപ്പെടുത്തേണ്ട ഒരു സ്കീം കൂടിയാണിത്. ഓഗസ്റ്റ് മാസം 22 വരെ നമുക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നതുമായിരിക്കും. പരമാവധി 25% തുകയാണ് സബ്സിഡി ആയിട്ട് അനുവദിക്കുക. ബാക്കിയുള്ള 75% തുകയോളം ഗുണഭോക്താവ് കണ്ടെത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ബാങ്ക് വായ്പയായിരുന്നാലും മതിയാകും. നിലവിൽ ഇടത്തരം വരുമാനമുള്ള വ്യക്തികളെ, അതായത് വാർഷിക വരുമാനം 12 ലക്ഷം രൂപയിൽ താഴെയുള്ള സ്വന്തമായിട്ട് സ്ഥലമുള്ളവർക്കാണ് ഈ ആനുകൂല്യം വിതരണം ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവിധ എഗ്രിമെൻറ്റുകളിൽ സൈൻ ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട വിവിധ രേഖകളെല്ലാം തന്നെ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. വിശദ വിവരങ്ങൾക്ക് ഭവന നിർമ്മാണ ബോർഡിൻ്റെ ജില്ലാ ഓഫീസുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും. അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫീസ് ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുക. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്ത് ഈ വർഷത്തെ സൗജന്യ ഓണക്കിറ്റിൻ്റെ വിതരണമുള്ളത് മഞ്ഞ റേഷൻ കാർഡുകൾക്കായിരിക്കും. AAV വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്കായിരിക്കും കിറ്റ് വിതരണം ഉണ്ടാവുക. ഓഗസ്റ്റ് മാസം അവസാനത്തോടെയായിരിക്കും കിറ്റ് വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.